നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺഫിലേക്ക് സ്വാഗതം. കുറെ നാളായിട്ട് കണ്ടിട്ട് ഏതാണ്ട് 2 മാസത്തിനടുത്തായി ഞാൻ വീഡിയോ ഇട്ടിട്ട് പോലും വേറെ കൊണ്ടല്ല തിരക്കാണ്. അടുത്ത മാസം എൻ്റെ കല്യാണമുണ്ട്, മെയ് 11-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഒരുപാട് തിരക്കുകളുണ്ട്, വീടിൻ്റെ പണിയുണ്ട്, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വീഡിയോ ആയിട്ട് എത്താതിരുന്നത്. അപ്പോൾ ഇനി മുതൽ ഞാൻ വിചാരിച്ചു, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വീഡിയോ കൃത്യമായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി എന്തൊക്കെ തിരക്കുണ്ടായാലും വീഡിയോ ചെയ്ത് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ എത്തിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ്. അങ്ങനെ ഞാൻ കുറെ നാളിന് ശേഷം വരുമ്പോൾ നിങ്ങളെ സങ്കടപ്പെടുന്ന വാർത്തയൊന്നും കൊണ്ടുവരുമല്ലോ, സന്തോഷപ്പെടുന്ന വാർത്തയും കൊണ്ട് വേണമല്ലോ വരാം. അപ്പോൾ SSLC മച്ചാന്മാരെ മച്ചാത്തികളെ നിങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്ത. ഇത്തവണത്തെ SSLC വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ഇത്തവണ ഒരു പേടി ഉണ്ടായിരുന്നു, പല വിവാദങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വാല്യുവേഷൻ ക്യാമ്പിലെ അവസ്ഥ എന്തായിരിക്കും, സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യുവേഷൻ ആയിരിക്കും, ഞങ്ങളുടെ മാർക്ക് കുറയ്ക്കുമെന്ന്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് അധ്യാപനം മനസ്സിലാകുന്ന കാര്യം, ഒരിക്കലും വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല ഇത്തവണത്തെ വാല്യുവേഷൻ. വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും അതിനെ ആലോചിച്ച് ടെൻഷൻ അടിക്കാനോ സങ്കടപ്പെടാനോ ഒന്നും പോകണ്ട. നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, അതായത് പഠിച്ച് മികച്ച രീതിയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്ക് ഒരിക്കലും മാർക്ക് പിടിച്ച് കളയുന്ന അല്ലെങ്കിൽ അവന്റെ മാർക്ക് കുറയ്ക്കുന്ന ഒരു സമീപനത്തിലല്ല ഇത്തവണയും നമ്മുടെ SSLC വാല്യുവേഷൻ സംസ്ഥാനത്ത് നടക്കുന്നത്. ഏപ്രിൽ 3 തുടങ്ങിയ വാല്യുവേഷൻ ആണ്. ഇന്ന് ഏപ്രിൽ 9-ാം തീയതി ആയിരിക്കുന്നു. ഇപ്പോഴും കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി നിങ്ങളോടൊപ്പം നിൽക്കുന്ന വാല്യുവേഷൻ തന്നെയാണ് ഇത്തവണയും ഉള്ളത്. യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട. അങ്ങനെയുള്ള ഫീഡ്ബാക്കിലാണ് നമുക്ക് അധ്യാപനം കിട്ടുന്നത്. അപ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി വെയിറ്റ് ചെയ്യുക, റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കണ്ട. വരുന്ന അപ്ഡേറ്റുകൾ മുറയ്ക്ക് ഇനി നിങ്ങളിലേക്ക് ഞാൻ കൃത്യമായിട്ട് ഷെയർ എത്തിക്കും. വീണ്ടും കാണാം.